ഞാൻ ഖത്തറിൽ പോയി കഥ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഖത്തറിൽ പോയി കഴിഞ്ഞിട്ട് ഖത്തറിൽ ചെന്നിട്ട് അവിടുത്തെ ഭക്ഷണ രീതി എനിക്ക് പറ്റണില്ല. അവൾ ജോലി കഴിഞ്ഞ് 2 മണിക്ക് വരും. 2 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യുന്നത്, ഈ ഡ്രസ്സ് ചെയ്ത പിഞ്ഞം കോഴിക്കുട്ടികളെ കിട്ടും. അത് കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് ഒരു ബസ്മതിയുടെ അരി, ഒരു കുഞ്ഞൊരു ഗ്ലാസ്, ഒരു ഉഴക്ക അരി എടുത്ത് അടപ്പത്തിട്ട് ഈ കോഴിക്കുട്ടീനെ 2-3 എണ്ണത്തിന് അതിലിടും. എന്നിട്ട് അങ്ങോട്ട് കുറൂന്ന് അങ്ങോട്ട് വേവിക്കും. എന്നിട്ട് അവർ രണ്ടാളും ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊണ്ടുപോയി എനിക്കൊരു കുഞ്ഞു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും. ഒരു ടീസ്പൂണും വയ്ക്കും. എനിക്ക് കഴിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങോട്ട് ഛർദ്ദിക്കാൻ വരിക. ഞാൻ അങ്ങനെ എടുത്ത് ഒഴിച്ച് കളയുന്നിട്ട് അങ്ങനെ പഷ്ണിയിരിക്കും കേട്ടോ. അങ്ങനെ കഴിച്ചു കൂട്ടി ദൈവമേ, കുട്ടികളെ നോക്കല, അവർ പാത്രം അടച്ച് പൂട്ടി പോവുക. അങ്ങനെയാകുക. എനിക്കാണെങ്കിൽ ഭാഷ അറിയാത്ത കാരണം അവൾ തന്നെ അടിക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു അവിടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷും പറയും. അപ്പം ശരിയെന്ന് പറഞ്ഞു. ഇവൾ പോയി കിടന്നു. ഇപ്പം ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇവൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു പാത്രത്തിൽ ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ ഒഴിച്ച് പരട്ടി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ക്ലീൻ ചെയ്യാനല്ലേ പറഞ്ഞത്. അതൊക്കെയാണ്ട് കഴുകിയ പാത്രം കഴുകി അങ്ങടെ വെച്ച് പിന്നെ നോക്കുമ്പോൾ മേശമ്മ നമ്മുടെ അവിടെ കാട്ടുതീർത്താവ് പോലത്തെ എല്ലാം മണമുള്ളത് കൊണ്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർ ചായക്കിടാൻ അത്ര എനിക്കതറിയില്ല കേട്ടോ. ഞാനതൊക്കെ അങ്ങോട്ട് വാരി കളഞ്ഞ് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി. ഇവൾ 4 മണിക്ക് എണീച്ച് വന്നിട്ട് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മണിക്ക് എണീച്ച് വന്ന് കേക്ക് പാത്രം നോക്കിയപ്പോൾ പാത്രം കാണാനില്ല. എന്നെ അങ്ങോട്ട് തുടങ്ങി ചീത്ത പറയല്. ഇംഗ്ലീഷിലും പറയും, അറബിയിലും പറയും. എനിക്കറിയുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിൻ്റെ ഭാഷ എന്നൊക്കെ ഞാനും പറയും. എന്നിട്ട് അങ്ങനെ ഇവളെന്നെ അടിക്കുമ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, അപ്പം എൻ്റെ വിചാരം ഗൾഫിലൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ച് സഹിച്ച് നിൽക്കുക ഞാൻ. എന്നിട്ട് ഇവളെന്നെ അടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കരഞ്ഞു. എന്തിനാ കരയെന്നൊക്കെ ചോദിക്കുള്ളൂ. അങ്ങനെ കരയുക. അങ്ങനെ കഴിച്ചു കൂട്ടും. ഭക്ഷണി കിടന്ന് അങ്ങനെ കഴിച്ചു കൂട്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നോക്കുമ്പോൾ ഒരാൾ കപ്പക്കട കേട്ടാ. അപ്പോൾ കപ്പയുടെ കടയ്ക്ക് നിറച്ച് കിഴങ്ങും തണ്ടും എലിയൊക്കെ ആയിട്ടുള്ള ഒരു കടയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ അടുക്കളയിലിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഈ കിഴങ്ങൊക്കെ എടുത്തിട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചു. അതിൽ നിന്ന് ഒരു 2 കിഴങ്ങ് എടുത്തു. നല്ല വണ്ണുള്ള കിഴങ്ങ്, 2 കൊല്ലം കൂടെ എത്തിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് അങ്ങോട്ട് തൊലി കളഞ്ഞ് ഒരു പാത്രത്തിൽ അതണ്ട പുഴുങ്ങി വെച്ചു. ചെണ്ടമുറിയനായിട്ട് പുഴുങ്ങി വെച്ചു. എലിയൊക്കെ വെട്ടി മുറിച്ച് കൊണ്ട് കച്ചറയിലിട്ടു. ഇവള് കിടന്നുറന്ന് എണീച്ച വന്നു. ഞാനിങ്ങനെ കപ്പ പുഴുങ്ങി വെച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കണം. ഇവൾക്ക് സന്തോഷം കൊണ്ട്, ഇവൾക്ക് സന്തോഷമാകുമെന്ന് വെച്ചിട്ട് കാട്ടി കൊടുക്കണം. ഇവളിതാ കണ്ട വഴിക്ക് എൻ്റെ പൊന്നെ ആ പാത്രം കൊണ്ട് എടുത്തിട്ട് ഒറ്റ ഇടിച്ചു. ആദ്യമത്തെ ഇടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആരോട് ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞ, എലിയൊക്കെ എവിടെ, തണ്ടൊക്കെ എവിടെ പറഞ്ഞു. കച്ചറയിലിട്ടു എന്ന് പറഞ്ഞു. അറബിയിൽ അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷിലായിട്ട് തിരിച്ചിക്കായിട്ട് അങ്ങനെ പറഞ്ഞു. ഇവള് കച്ചറയിൽ തപ്പി ഇതിൽ നിന്ന് കിട്ടി കുറേ എല്ലാം അങ്ങോട്ട് അതമ്മന്ന് പൊട്ടിച്ചെടുത്തു. തിന്നണ സാധനം കളഞ്ഞു എന്നും പറഞ്ഞ് അവൾ വഴക്കുണ്ടാക്കി. അപ്പം നമ്മുടെ വിചാരം എന്താ, നമ്മൾ തിന്നണ സാധനം അവർ കളയണ സാധനം നമ്മൾ തിന്നുക. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ ഇല അങ്ങോട്ട് കുറേ അവൾ പൊട്ടിച്ചങ്ങോട്ട് എടുത്തിട്ട് കഴുകി തന്നിട്ട് ഇങ്ങനെ കാണിച്ചെന്നു. നൈസായിട്ട് അരി എന്ന് പറഞ്ഞു. ഞാനതങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് പറഞ്ഞു മിക്സി എടുക്കുക എന്ന് പറഞ്ഞു. മിക്സി എടുത്ത് കൊടുത്തു. അതിലിട്ടു. അതിലങ്ങോട്ട് അട്ടിച്ചു. ഈ ഇല അരിഞ്ഞിട്ടിട്ട് അങ്ങനെ അടിച്ചങ്ങോട്ട് കുറുകുറുന്നായി. ഒരു പാത്രത്തിൽ ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാൻ പറഞ്ഞു. പാത്രത്തിൽ ഒഴിച്ച് അടപ്പത്ത് കൈ കൊണ്ട് അന്യം കാണിച്ചു. അതുപോലെ തന്നെ പാത്രത്തിൽ ഒഴിച്ച് അടപ്പത്ത് വെച്ചു. അടപ്പത്ത് വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു. ഇളക്കിക്കൊണ്ട് നിന്നു. അതിലൊരു കഷ്ണം തക്കാളിയും ഒരു കഷ്ണം സവാളയും അരിഞ്ഞിട്ടു കേട്ടോ. എന്നിട്ട് ഈ അടപ്പത്ത് 1 മണിക്കൂർ വരെ എന്നോട് കുറേ നേരം വേണമെന്ന് പറഞ്ഞു. ഇളക്കി നിന്ന് ബ്രൗൺ കളറായപ്പോൾ അതിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ എന്താ പറയുക, ബസ്മതിയുടെ അരി ഒരു ലേശം വെച്ച് വറ്റിച്ചിട്ട് ഇത് കോരി ഒഴിച്ചിട്ട് വാരി തിന്നേട്ടാ. നമ്മളിത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ ഇരുന്ന് കരഞ്ഞ് കഴിച്ചു കൂട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവള് ഈജിപ്തുകാരാണ് ഇവരെ. അപ്പോൾ ഇവർക്ക് ഈജിപ്തിലേക്ക് പോകണം, അവരുടെ നാട്ടിലേക്ക് ലീവിന് പോകണം. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ചെന്നിട്ട് 16 ദിവസമായിട്ടുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞേ, ലീല നാട്ടിൽ പോവാണ്, നീ വരണം എന്ന് പറഞ്ഞു. അപ്പം എനിക്കിഷ്ടമില്ല കേട്ടോ. പറഞ്ഞാൽ നീ വരാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സ്പോൺസർക്ക് അവരെന്നെ വിളിച്ചു. അപ്പോൾ സ്പോൺസർ എന്നോട് പറഞ്ഞു, ലീല പൊക്കോ, നല്ല കാര്യമാണ്, രാജ്യങ്ങളൊക്കെ നന്നായി കാണാൻ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരിയെന്നും പറഞ്ഞ് അങ്ങനെ ഇവർ
ഞാൻ ചെന്ന് 16 ദിവസം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലേക്ക് പോകുക. കാറിലാണ് കേട്ടോ പോണത്. അപ്പോൾ കാറ് വഴി ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് ആദ്യം ചെല്ലണത് ദമാമ, സൗദിയിലത്തെ ദമാമിൽ രാത്രി ദമാമിലെത്തി. അവിടെ ഒരു റൂം വാടകയ്ക്ക് എടുത്തു. അവർ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. എനിക്കൊരു ഗ്ലാസ് കാപ്പി അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ ബാക്കി ഇത്തിരി തരും. അത് കഴിക്കൂട്ടോ. അത് കഴിച്ച് ഈ കുട്ടീനെ മടിയിൽ ഉറങ്ങിയാലും ഞാൻ കിടക്കാനും പാടില്ല, ഉറങ്ങാനും പാടില്ല. അങ്ങനെ പിറ്റേ ദിവസം നേരം വിളിച്ചാകുമ്പോൾ എണീക്കുക. പിന്നെ വണ്ടിയിൽ കയറണു, പിന്നെ വണ്ടിയിലിരിക്കണു, കുട്ടീനെ മടിയിലേക്കണു. ഞാൻ ഉറക്കം തോന്നുമ്പോൾ എന്നെ പിടിച്ച് തല്ലണു. അങ്ങനെ മരുഭൂമി കൂടെ വണ്ടി ഇങ്ങനെ പോയി പിന്നെ ചെല്ലണത് റിയാദിൽ ചെന്നു. അവിടെ ഒരു ദിവസം തങ്ങി. അപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ പാസ്പോർട്ടിൽ സീൽ വയ്ക്കും. അവിടെ ഒരു ദിവസം തങ്ങി. അവിടെ ഒരു ദിവസം നിന്നു. പിറ്റേ ദിവസവും അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ബഹ്റൈനിൽ ചെന്ന് പിറ്റേ ദിവസം രാത്രി അവിടെ ചെന്ന് അവിടെയും ഒരു ദിവസം നിന്നു. ദൈവമേ, സങ്കടം തന്നെ എനിക്ക്. ഭക്ഷണമില്ല, ഒന്നുമില്ല. അങ്ങനെ അവിടെ ഒരു ദിവസം നിന്ന്. പിന്നെ പിറ്റേ ദിവസം അവിടെ നിന്ന് കയറി. പിന്നെ ചെല്ലണത് പലസ്തീനിൽ ചെന്നു. അവിടെയും ചെന്നു. അന്നത്തെ ഒരു ദിവസം അവിടെ നിന്നു. അവിടെ നിന്ന് കയറി. പിന്നെ കൊറിയനിൽ ചെന്നു. അവിടെ ഒരു ദിവസം നിന്നു. പകലൊക്കെ ഇവർ ഉറക്കം വരുമ്പോൾ ഇവർ വണ്ടി എവിടെയും സൈഡ് ഒതുക്കും. ഇവർ കിടന്ന് ഉറങ്ങും. മരുഭൂമിയാണേ, വേറെ മരങ്ങളോ വീടുകളോ ഒന്നുമില്ല. മരുഭൂമി കൂടെ ഈ വണ്ടി പോണത്. അങ്ങനെ ആയി പിന്നെ കൊറിയൻ്റെ അതിർത്തി എത്തുമ്പോൾ കടലാണ്. കടലിൻ്റെ എത്തിയപ്പോൾ വലിയ കപ്പൽ, 3 നില കപ്പൽ കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ ഈ വണ്ടി കാറുണ്ട് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ പാസ്പോർട്ട് കാണിച്ച് മുകളിലേക്ക് കയറാൻ പറഞ്ഞു. കയറി ചെന്ന് ഇരിക്കാൻ അവൾ സമ്മതിക്കൊന്നുമില്ല. പിന്നെ ആൾക്കാർക്ക് പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇരിക്കും, ഉറങ്ങാൻ പാടില്ല. കുട്ടീനെ മടിയിൽ വെച്ചിരിക്കണം, കുട്ടീനെ നോക്കണം. അങ്ങനെ അവളെ കൊണ്ട് ഭയങ്കര ശല്യം. അന്ന് അവനെ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അന്ന് 5 മണിക്ക് ഈ കപ്പലിൽ കയറിയിട്ട് പിറ്റേ ദിവസം അതിരാവിലെ ഈജിപ്തിലെത്തി. ഈജിപ്തിൻ്റെ കരയ്ക്ക് കപ്പലാണ് അണഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കപ്പൽ കേടുവന്നു. ഹോട്ടലുണ്ട്, സ്റ്റേഷനറി കടയുണ്ട്, നല്ല നമ്മൾ വീട്ടിലിരിക്കണ മാതിരി കേട്ടോ ഇംഗ്ലീഷുകാരുടെ കപ്പൽ. അങ്ങനെ അവിടെ ചെന്നിറങ്ങി. അപ്പോൾ എൻ്റെ കപ്പൽ കേടുവന്നു. അപ്പം ഞാൻ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി. പിന്നെ അവിടുന്ന് കാറിൽ കയറി. അന്ന് വൈകുന്നേരമാണ് ഇവരുടെ ഫ്ലാറ്റിലേക്ക് എത്തണത്. ഇവരുടെ ഫ്ലാറ്റ് വഴി മേടിച്ചിട്ട ഫ്ലാറ്റ് ഉണ്ട്. അവിടെ ചെന്നു. അവിടെ രാത്രി ചെന്നു. എൻ്റെ പൊന്നി, കുട്ടികളെയൊക്കെ നോക്കി അവിടെ ഇരുത്ത്. മൈ എന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളുടെ പേര്, പെൺകുട്ടികളാണ്. ചെറുതാ, 1 വയസ്സും 2.5 വയസ്സും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞു. രാത്രി അവിടെ എത്തി. രാത്രി ചെന്നു. പൊടിയൊക്കെ പിടിച്ച് ക്ലീനിങ് ചെയ്യാൻ പറഞ്ഞു. ക്ലീനിങ് തുടങ്ങി. പച്ചവെള്ളമില്ല, വിശന്നിട്ടും പാടില്ല. അങ്ങനെ 12-1 മണി ആയപ്പോൾ ഇവള് ഒരു ബസ്മതിയുടെ ഒരു ശകറിട്ട് വെച്ചു. കഞ്ഞി പോലെയാക്കി. അത് ഇത്തിരി തന്നു. എനിക്കത് കഴിക്കാൻ പറ്റണില്ല. എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് പാടില്ല. എന്നാലും അതൊരു ശകരം വെള്ളം മോന്തി കുടിച്ച് പിന്നെ 1 മണിയായപ്പോൾ കിടക്കാൻ പറഞ്ഞു. അവരും കിടന്നോളാൻ പറഞ്ഞു. കിടന്നു. ഞാൻ രാവിലെ 8 മണിക്ക് ഞാൻ എണീച്ചു. രാവിലെ 8 മണിക്ക്. ഇവരെണീക്കുന്നത് 12 മണിക്കാണ്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഈജിപ്തിൽ സമയ വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈജിപ്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു കാപ്പി, ഒരു കുബൂസും കഴിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചഭക്ഷണം കഴിക്കുന്നത് വൈകിട്ട് 6 മണിക്ക് കേട്ടോ. എന്നിട്ട് ഈ 6 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പാർക്കിലേക്ക് പോകണം. അപ്പോൾ എവിടേക്കൊക്കെ പോകണമെങ്കിൽ എനിക്ക് സന്തോഷമില്ല. ഞാൻ ഭക്ഷണം കിടന്ന് മുഴിഞ്ഞ് വീഴാറായി. എന്നെ ചീത്ത പറഞ്ഞിട്ടാണെങ്കിൽ അവളാണെങ്കിൽ അടിച്ചിട്ടും സങ്കടവും. അങ്ങനെ നടന്ന് പാർക്കിൽ പോയ കടലോരത്ത് ചെന്നിരിക്കൽ. ഞാൻ കുട്ടീനെ നോക്കല. ഇവർ 2 സന്തോഷം കളിച്ച് ചിരിച്ച് നടക്കും. അങ്ങനെ 1 മണിയാകുമ്പോൾ വീട്ടിൽ വരിക. എന്നിട്ട് വല്ലതും ഉച്ചഭക്ഷണം കഴിക്കുന്നത് രാത്രി 1 മണിക്ക്. അപ്പോഴും അത് എത്തിരി കഞ്ഞിയുണ്ടാവും, അല്ലെങ്കിൽ ഒരു കുബൂസ് എന്തെങ്കിലും കഴിക്കുക. പിന്നെ കിടക്കുക. രാവിലെ 8 മണിക്ക് എണീക്കുക. അങ്ങനെ കേട്ടാ. അപ്പം അങ്ങനെയാണ് ഈജിപ്തുകാരുടെ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് നിന്നത്. ഇനിയുണ്ട് കേട്ടാ. അവിടെ ചെന്ന കഥയും വന്ന കഥയൊക്കെ പറയാം കേട്ടാ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ കാണുന്നവർ. ഇനി കുറേ ഉണ്ട്.
20 വർഷത്തെ കഥകൾ എനിക്ക് എല്ലാ വീട്ടിലും ജഗതി സിനിമയിൽ ഏത് സിനിമയിലും ജഗതിക്ക് അടിയല്ലേ അതേപോലെ അതിലെനിക്ക് ഒരു 6 വർഷം സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ആ കഥകളൊക്കെ ഇനി ഞാൻ പറയാം കേട്ടോ. ശരി എന്നാൽ ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ കേട്ടോ.